ഇന്നലെ അങ്കമാലിയിൽ വെച്ച് ഐവൻ ജിജോ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ CISFന്റെ 2 ഉദ്യോഗസ്ഥന്മാർ, അതായത് എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ചുമതലയുള്ള CISFന്റെ SIയും കോൺസ്റ്റബിളും മോഹൻകുമാറും വിനയകുമാർ ദാസും, ഇവർ രണ്ടുപേരും സഞ്ചരിച്ച വാഹനവുമായി ഈ ഐവൻ സഞ്ചരിച്ച കാറ് ഒരസി എന്ന് പറഞ്ഞ് തർക്കത്തിലേർപ്പെടുകയും അതിനുശേഷം അവരെ ആ പയ്യനെ ഈ കാറിൻ്റെ ബോണറ്റിലിരുത്തി കൊണ്ടുപോയി കൊന്നുകളഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ വാർത്തകളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത നമുക്കൊന്ന് കേൾക്കാം. നിലവിൽ ഈ കേസിൽ പ്രതികളായിരിക്കുന്നത് CISF SI ആയ വിനയ്കുമാർ ദാസും കോൺസ്റ്റബിൾ മോഹൻ കുമാറുമാണ്. ഈ വിനയ്കുമാർ ദാസിനെ ഈ പറഞ്ഞ കൊലപാതകത്തിന് പിന്നാലെ അവിടെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയും നല്ല മൂക്കിടിച്ച് തകർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നലെ ആശുപത്രിയിൽ കഴിഞ്ഞത്. ഇന്നിപ്പോൾ ചികിത്സയെ തുടർന്ന് ആളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഐവൻ ജിജോ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവന്റെ ജീവിതത്തിന്റെ ഒരു നല്ല കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പാണ് ആ കുടുംബത്തിന്റെ വളരെയധികം പ്രതീക്ഷയായിരുന്ന ആ ചെറുപ്പക്കാരനെ CISFലെ 2 ഉദ്യോഗസ്ഥന്മാരല്ല, കൊടും ക്രിമിനലുകൾ കൊന്നുകളഞ്ഞു. ഒരു വാഹനം തട്ടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വാഹനം സൈഡ് കൊടുക്കുമ്പോൾ ഒന്ന് ഒരസിയതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന തർക്കം, ഐവൻ ഇവരുമായിട്ട് സംസാരിക്കുന്നു. തുടർന്ന് വാക്തർക്കമായി എന്ന് മനസ്സിലായ സമയത്ത് ഐവൻ പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വാഹനം എടുത്തുകൊണ്ട് പോകാൻ നോക്കുന്നു. അപ്പോൾ ആ വാഹനത്തിന് മുൻപിൽ വാഹനം തടഞ്ഞു നിർത്തിയിട്ടാണ് ഐവൻ കയറിയുന്നത്. പക്ഷേ അവിടെ ഐവൻ കാണിച്ചത് ഒരു ബുദ്ധിമോശമാണ്. ഒട്ടും പരിചിതമല്ലാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ അതുപോലുള്ളൊരു സാഹചര്യത്തിൽ വാഹനത്തിൻ്റെ മുന്നിൽ കയറി നിൽക്കരുത്. വാഹനത്തിൻ്റെ നമ്പർ എടുക്കുക, ഫോട്ടോ എടുക്കുക, കേസ് ബാക്കി കാര്യങ്ങളുമായിട്ട് പിന്നാട് പോവുക. പക്ഷേ ഐവൻ ആ വാഹനത്തിൻ്റെ മുന്നിൽ കയറി നിന്നു. ആ ഐവനെ ഇടിച്ച സമയത്ത് ആ ചെറുപ്പക്കാരൻ വാഹനത്തിൻ്റെ ബോണറ്റിൻ്റെ മുകളിലേക്ക് വീണു. ബോണറ്റിൻ്റെ മുകളിൽ വീണ ആ ചെറുപ്പക്കാരനെയും വലിച്ചു കൊണ്ടുപോയി ഈ വാഹനം കൊണ്ടുപോയി. ഇടവഴികളിലൂടെയൊക്കെ ഓടി അവസാനം എവിടെയോ തട്ടി കാറിൻ്റെ ടയർ കറങ്ങുന്നില്ല, ടയർ മുന്നോട്ട് പോകുന്നില്ല എന്ന സാഹചര്യത്തിലാണ് ആ വാഹനം നിർത്തിയത്. ഇവൻ തറയിൽ വീണ് ഇവനെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പേ ആ പയ്യൻ മരിച്ചു. നാട്ടുകാർ വാഹനം ഓടിച്ചിരുന്ന CISFന്റെ ഉദ്യോഗസ്ഥൻ SI ആയിട്ടുള്ള ആളുടെ മൂക്കിടിച്ച് പൊളിച്ച് 4 ചേകള നോക്കി 4 എണ്ണം കൊടുത്തു. അവൻ അത്രയും കൊടുത്താൽ പോരായിരുന്നു, അവനെ നിലത്ത് എഴയിക്കണമായിരുന്നു. അവന് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത വിധത്തിൽ അവനെ നടു ചവിട്ടി പൊളിക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. വെച്ച് അലക്കി കൊടുക്കണമായിരുന്നു നായിൻ്റെ മോൻ്റെ. അവനെ നാടു ചവിട്ടി പൊളിക്കാൻ ആൾക്കാർക്ക് ആ സമയത്ത് തോന്നാഞ്ഞത് അവൻ്റെ ഭാഗ്യം എന്ന് മാത്രം കരുതിയാൽ മതി. പക്ഷേ 4 ഇടി കൊടുത്തിട്ടുണ്ട്, അവൻ്റെ മൂക്കിടിച്ച് പൊളിച്ചിട്ടുണ്ട്. ആശുപത്രിയിലാണ്. ആശുപത്രിയിൽ നിന്ന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്താ പറയുക, സാരമായ പരിക്കല്ല എന്നതുകൊണ്ട് പോലീസ് ഇപ്പോൾ അവിടെ നിന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കോടതി ഹാജരാക്കിയിട്ട് റിമാൻഡ് ചെയ്യുന്നുണ്ട്. CISFന്റെ അന്വേഷണത്തിൽ ഇവർ കുറ്റം ചെയ്തതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി തുടർ നടപടികളും ഉണ്ടാവും. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നഷ്ടപ്പെട്ടു പോയത് ആ ചെറുപ്പക്കാരൻ്റെ കുടുംബത്തിനാണ്. അതിന് ആര് എന്ത് ഉത്തരം കൊടുത്താലും, എത്ര കോടി രൂപ കൊടുത്തു കഴിഞ്ഞാലും, എന്ത് പ്രതിഫലം കൊടുത്തു കഴിഞ്ഞാലും അതിന് ആ നഷ്ടം നികത്താൻ പറ്റുന്ന ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നീട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നിയമത്തിൻ്റെ ഭാഗത്തു നിന്നും ഇവർക്ക് കർശനമായ ശിക്ഷ ലഭിക്കാനുള്ള നടപടികൾ ഉണ്ടാകണം എന്ന് മാത്രമേ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഐവൻ്റെ ഭാഗത്ത് വന്ന ബുദ്ധിമോശമാണ് അതിൻ്റെ മുന്നിൽ കയറി നിന്നു എന്നുള്ളത്. നമ്മളാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. രാത്രി സമയങ്ങളിൽ ആൾക്കാരില്ലാത്ത സ്ഥലങ്ങളിലാണ് എങ്കിൽ വേറൊരു വാഹനവുമായിട്ട് നമ്മൾ തർക്കത്തിൽ ഏർപ്പെടാൻ നിൽക്കരുത്. പ്രത്യേകിച്ച് രാത്രിയിൽ വരുന്ന ഒരു വാഹനവുമായിട്ട് നമ്മൾ അടിയുണ്ടാക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇന്നത്തെ കാലത്ത് അവനൊക്കെ കള്ളു കുടിച്ചിട്ടാണോ, കഞ്ചാവ് വലിച്ചിട്ടാണോ, എന്ത് സാമാനം കയറ്റിയിട്ടാണ് ഇവന്മാരൊക്കെ വണ്ടി ഓടിച്ച് വരുന്നതെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒരു ധാരണയുണ്ടാവില്ല. അങ്ങനെയുള്ളവന്മാർ വന്ന് കയറുക എന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്ന് കയറി ഒരുത്തനെ കിട്ടിയതാണ് ഇപ്പോൾ ഈ പയ്യൻ്റെ ജീവൻ പോയി. ആ കുടുംബത്തിലെ ഏക ആൺതിരിയായിരുന്നു. ഒരു മകള്, ഒരു അനിയത്തിയുണ്ട്. അവർ കരയുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കാരണം അത്രയും ഒന്നും പ്രായമായിട്ടില്ലാത്ത ഒരു പയ്യൻ, ആ പയ്യൻ്റെ ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടത്തിൽ അവൻ്റെ എന്താ പറയുക, ഗൾഫ് ഫോറിൻ കൺട്രീസിൽ പോയിട്ട് വർക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിന് അവന് പ്രാക്ടീസിന് വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് അവൻ ജോലി ചെയ്ത് വരുമായിരുന്നു. അവൻ സുരക്ഷിതമായിട്ട് പോകണം എന്ന് കരുതിയിട്ടാണ് സ്ഥിരമായിട്ട് കാർ എടുത്ത് പോകുന്നത്. അവൻ്റെ കുടുംബക്കാർ പറയുന്നതാണ്, അവൻ്റെ അമ്മയൊക്കെ ഡോക്ടറും മെഡിക്കൽ പ്രാക്ടീഷണർമാരൊക്കെയാണ്, അച്ഛനും അമ്മയൊക്കെ. അവർ പറയുന്നതാണ് മകൻ സുരക്ഷിതമായി പോകണം എന്നുള്ളതുകൊണ്ടാണ് കാർ എടുത്ത് പോകുന്നത്, ബൈക്ക് എടുത്ത് പോകാത്തത് അതുകൊണ്ടാണ്. പക്ഷെ ആ പയ്യനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. നാട് കാക്കേണ്ടവന്മാരാണ്. നാട് കാക്കേണ്ടവന്മാർ ഒരു പയ്യനെ ഇല്ലാണ്ടാക്കി കളഞ്ഞു. CISFന്റെ 2 ഉദ്യോഗസ്ഥന്മാർ.
എയർപോർട്ടിന് സുരക്ഷ കൊടുക്കേണ്ട അവന്മാരാണ്. അവന്മാരുടെ ഏരിയ ആണത്. അവന്മാർ ആണ് ആ ഏരിയയിൽ മുഴുവൻ താമസിക്കുന്നത്. എയർപോർട്ടിന് സുരക്ഷ കൊടുക്കേണ്ടവൻ നാട്ടിലുള്ളൊരു ചെറുപ്പക്കാരനെ തല്ലി കൊന്നേക്കുന്നു. വെച്ചേക്കാൻ പാടുണ്ടോ ഇവനൊക്കെ?